ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ CBSE സിലബസ് ബേസ് ചെയ്ത് ക്ലാസ് 7th ഹിന്ദി ടെക്സ്റ്റ് വസന്ത് എന്ന് പറഞ്ഞ പേരിലുള്ള ഹിന്ദി ടെക്സ്റ്റിലെ ചാപ്റ്റർ 4 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്കൊരു പോയമാണ് പഠിക്കാനുള്ളത്. നമുക്ക് പോയമിലേക്ക് കടക്കാം. ശരി, ഈ പോയം അല്ലെങ്കിൽ കവിതയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് കട്ട്പുത്ലി. കട്ട്പുത്ലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് പപ്പറ്റ്. നമുക്ക് ഇത് കാണാം, ദാ അവിടെ ഒരു പപ്പറ്റ് ഉണ്ട്, കണ്ടോ? യെസ്. അപ്പൊ ഈ പപ്പറ്റിന്റെ പ്രത്യേകത എന്താ? നമ്മളെ പോലെ തന്നെ ശരീരമുള്ള ഒരു ഡോളാണ് അത്. ആ ഡോളിന്റെ കൈയും കാലും ഒക്കെ നൂലുകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ നൂല് എവിടെയാണ് കെട്ടിയിരിക്കുന്നത്? ദാ മുകളിൽ കണ്ട ഒരാളുടെ വിരലിലാണ് ഈ നൂല് കെട്ടിയിരിക്കുന്നത്. അപ്പൊ ആ ആള് വിരൽ എങ്ങനെയൊക്കെയാണോ അനക്കണത് അതിനനുസരിച്ചിട്ടായിരിക്കും ഈ പപ്പറ്റ് നീങ്ങുക അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഈ ഡാൻസ് ചെയ്യണ ഈ ഒരു ഷോനാണ് പറയുന്നത് പപ്പറ്റ് ഷോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പപ്പറ്റിനെ ഹിന്ദിയിൽ പറയണ വാക്കാണ് കട്ട്പുത്ലി. ഓക്കെ, ഇന്ത്യയിലെ ആകെ മൊത്തം പല സ്ഥലത്തും നമുക്ക് കട്ട്പുത്ലി അല്ലെങ്കിൽ പപ്പറ്റ് ഷോ നമുക്ക് കാണാൻ പറ്റും. ഓരോ സ്ഥലത്തും ഓരോ സ്റ്റോറി ഉണ്ടാവും, ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. പക്ഷെ അതിന്റെ മെയിൻ ഫംഗ്ഷൻ ഇത് തന്നെയാണ്. നമ്മളിപ്പോ ഈ പപ്പറ്റിനെ കുറിച്ച് പറഞ്ഞല്ലേ, ഇത് തന്നെയാണ് ആ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇതേപോലെ നൂലിങ്ങനെ മുകളിൽ വലിക്കുമ്പോൾ അതിനനുസരിച്ച് താഴെ പപ്പറ്റ് ഇങ്ങനെ ആടും. ഓക്കെ, അപ്പൊ വളരെ ചെറിയ ഒരു പോയമാണ്. ഈ പോയത്തിന്റെ ടൈറ്റിൽ നമ്മൾ പറഞ്ഞല്ലോ, കട്ട്പുത്ലി. ആരാണ് എഴുതിയിരിക്കുന്നത്? ഭവാനി പ്രസാദ് മിശ്ര. ഭവാനി പ്രസാദ് മിശ്ര. ഓക്കെ, അപ്പൊ കവിതന്റെ പേര് കട്ട്പുത്ലി, എഴുതിയിരിക്കണ കവിന്റെ പേര് ഭവാനി പ്രസാദ് മിശ്ര. ഇനി ഇവിടെ കവി നമുക്ക് കട്ട്പുത്ലിന്റെ കാര്യം പറഞ്ഞു തന്നിട്ട് അതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ചില ഇമ്പോർട്ടൻറ്റ് സിറ്റുവേഷന്റെ കാര്യങ്ങളാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം കവിതയിലേക്ക് കടക്കാം. അതൊന്ന് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. कठपुतली गुस्से से बोली, ये धागे क्यों है मेरे पीछे आगे? इन्हें तोड़ दो, मुझे मेरे पाँव पे छोड़ दो. सुनकर बोली और कठपुतलियां कि हाँ, बस बहुत दिन हुए हमें अपने मन के छंद छुए. मगर पहली कठपुतली सोचने लगी कि कैसी इच्छा मेरे मन में जागी. ഇതാണ് ഒരു ചെറിയ ഒരു പോയം. ഓക്കെ, അപ്പൊ ഇവിടെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാല് ഒരു പപ്പറ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. മീൻസ് അത് നടക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആണ്. അവിടെ കുറെ പപ്പറ്റ്സ് ഉണ്ട്. ഇതേപോലെ നൂലുകൊണ്ട് കയ്യും കാലും ഒക്കെ കെട്ടി നിൽക്കണ കുറെ പപ്പറ്റ്സ് ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് ഒരു പപ്പറ്റ് ദേഷ്യത്തോടെ പറഞ്ഞു, എന്തിനാണ് എന്റെ മുമ്പിലും പിന്നിലും ഇങ്ങനെ കുറെ നൂലുകൊണ്ട് കെട്ടിവെച്ചിരിക്കുന്നത്? ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് എനിക്ക് എന്റെ കാലിൽ നിൽക്കണം. അപ്പോ ഇത് പറയുന്നത് കേട്ടിട്ട്, ഈ പപ്പറ്റ് പറയണ കേട്ടിട്ട് ബാക്കി എല്ലാ പപ്പറ്റും അവളോട് യോജിച്ചു. അപ്പൊ ഈ എല്ലാ പപ്പറ്റും പറഞ്ഞു, അതെ ശരിയാണ്, കുറെ ദിവസമായി ഞങ്ങളും ഞങ്ങളുടെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്ന രീതിയിൽ ജീവിച്ചിട്ട്, മനസ്സ് തുറന്ന് ജീവിച്ചിട്ട് ഞങ്ങൾ കുറെ കാലായി. ഇനി മതി, ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് ഞങ്ങൾക്കും ഫ്രീ ആവണം. അപ്പൊ എല്ലാവരും ഗ്യാദർ ചെയ്ത് എല്ലാവരും ഇതേ തീരുമാനത്തിലേക്ക് എത്തി. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ മുന്നിൽ വെച്ച പപ്പറ്റ് ആദ്യം പറഞ്ഞല്ലോ ദേഷ്യത്തോടെ, ഇതൊന്ന് പൊട്ടിച്ചു തരൂ. അതേ പപ്പറ്റ് ചിന്തിക്കുകയാണ്, എങ്ങനെയാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇച്ഛ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷ് തോന്നിയത്? ബിക്കോസ് ആ പപ്പറ്റിന് ആ സമയത്ത് ഞാൻ കാരണമാണല്ലോ ബാക്കി എല്ലാ പപ്പറ്റും ഈ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വന്നത്, ഈ ഒരു ചിന്തയ്ക്ക് അവര് ഇമ്പോർട്ടൻസ് കൊടുത്തത്. യെസ്, അപ്പോൾ ഇനി എന്റെ ഡിസിഷൻ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും, അങ്ങനെ ഒരു ചിന്തയാണ് നമ്മുടെ ആ ആദ്യം പറഞ്ഞ പപ്പറ്റിന്റെ മനസ്സിൽ ഉണ്ടായത്. ഇതാണ് ആ ഒരു പോയത്തിന്റെ കണ്ടന്റ്. ഓക്കെ, ഇനി ഇത് നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോ നമ്മള് സ്കൂളിൽ നിന്ന് ചില ദിവസം എല്ലാ സബ്ജക്റ്റിലുള്ള ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ വർക്ക് തരും. നാളെ തന്നെ ആയിരിക്കും സബ്മിറ്റ് ചെയ്യാനും ഉണ്ടാവുക. വീട്ടിൽ വന്നാലോ
ഫ്രണ്ട്സ് വന്നിട്ടുണ്ടാവും, റിലേറ്റീവ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് 2 ഓപ്ഷനാണ് മുമ്പിലുള്ളത്. ഒന്ന്, എങ്ങനെയെങ്കിലും നമ്മുടെ ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് സംസാരിച്ചിട്ട് പെട്ടെന്ന് അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് പോയി നമ്മുടെ ഹോംവർക്കും എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ബുക്കൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് ഫുൾ ടൈം അവരുടെ കൂടെ കളിക്കുക. 2 ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ 2 രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ ചില സമയത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. എക്സാം ഉള്ള തലേ ദിവസം നമുക്ക് ഒരിക്കലും മര്യാദയ്ക്ക് പഠിക്കാതിരിക്കാൻ പറ്റില്ല. യെസ്. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കളി ഒഴിവാക്കേണ്ടി വരും, ചിലപ്പോൾ നല്ല TV ഷോ ഒഴിവാക്കേണ്ടി വരും. അപ്പൊ ചിന്തിച്ചു നോക്കിയേ, 2-3 ദിവസം അടുപ്പിച്ച് എക്സാം വരുമ്പോ എങ്ങനെ ഉണ്ടാവും? നമ്മളും ഇതേപോലെ കട്ട്പുത്ലി പോലെ തന്നെ കയ്യും കാലും ഒക്കെ കെട്ടിവെച്ച പോലെ ആയിരിക്കില്ലേ? വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും പറയും, അതിനനുസരിച്ച് നമ്മൾ പഠിക്കും. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് പറയും, അതിനനുസരിച്ച് നമ്മൾ പഠിക്കും. അപ്പൊ നമ്മുടെ അവസ്ഥ അതേപോലെ തന്നെ ആയിരിക്കും. ആ സമയത്ത്, അതായത് ആ എക്സാമിന്റെ 3-4 ദിവസം നമുക്ക് തോന്നുന്ന ഫ്രസ്ട്രേഷൻ അല്ലേ, ആ ഫ്രസ്ട്രേഷൻ ആണ് ഈ പപ്പറ്റ്സിന് തോന്നിയത്. അതാണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവർക്ക് ഇവരുടെ ഒരു ഫ്രീഡം കിട്ടാതെ അവര് ആരോ പറയണ രീതിയിലാണ് അവര് ഡാൻസ് ചെയ്യുന്നത്, അവര് ആടുന്നത്, അല്ലെങ്കിൽ അവര് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇത് അവർക്ക് ഒരു ഫ്രസ്ട്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കാര്യത്തിൽ പറയുകയാണെങ്കിലോ, മനുഷ്യന്മാരും അറിയാതെ തന്നെ നമുക്ക് ഇഷ്ടം ഇല്ലാതെ തന്നെ ചില സിറ്റുവേഷനിൽ നമ്മൾ മെക്കാനിക്കലായിട്ട് ജീവിക്കും. ആരോ പറയണ അനുസരിച്ച് നമ്മൾ ജീവിക്കും. നമ്മൾ ചെയ്യണ കാര്യം നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ അത് ചെയ്തേ പറ്റൂ. അങ്ങനത്തെ അവസ്ഥയില് നമുക്ക് തോന്നുന്ന ഫ്രസ്ട്രേഷൻ, അതാണ് ഈ ഒരു പോയമില് ആ കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് ആ സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇവിടെ പപ്പറ്റിന്റെ പകരം നമ്മൾ നമ്മളെ തന്നെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം വളരെ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ലൈനിലൂടെ പോവാം. കട്ട്പുത്ലി ഗുസ്സേ സെ ഉബ്ലി ബോലി. ദേഷ്യത്തോടെ നമ്മളിങ്ങനെ ഇതല്ലേ ബോയിൽ ചെയ്യില്ലേ, അല്ലെങ്കിൽ നമ്മൾ റൈസ് ചെയ്യില്ലേ, അതിനനുസരിച്ചിട്ട് അങ്ങനെ ദേഷ്യത്തോടെ ആ കട്ട്പുത്ലി പറയാണ്, ഈ ധാഗെ ക്യോ ഹെ മേരെ പീछे ആകെ. ഈ നൂലുകൾ എന്താണ് എന്റെ പിന്നിലും മുന്നിലായിട്ടുള്ളത്. ഇനെ തോട് ദോ, ഇതിനൊക്കെ ഒന്ന് പൊട്ടിച്ചിട്. മുझे मेरे पाँव पे छोड़ दो. ഇതൊക്കെ പൊട്ടിച്ചിട്ട് എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കണം. എനിക്ക് കാലും കൈയും ഉണ്ടല്ലോ, പിന്നെന്താണ്, പിന്നെ എന്തിനാണ് ഈ നൂലൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ഇതെല്ലാം ഊരിയിട്ട് എനിക്ക് എന്റെ കാലിൽ ഒറ്റയ്ക്ക് നിൽക്കണം. നെക്സ്റ്റ് പറയാണ്, സുൻകർ ബോലി ഓർ കട്ട്പുത്ലിയാം. ഇവിടെ ഈ 2 വാക്ക് കണ്ട, ഇവിടെ ഈ ഓർ ഇത് ശരിക്കും നമ്മൾ എപ്പോഴാ ഉപയോഗിക്കാറ്? മേ ഓർ തും എന്ന് പറയുമ്പോ, യു ആൻഡ് മീ എന്ന രീതിയിൽ പറയുമ്പോ അവിടെ ആൻഡിന്റെ പകരം ഉപയോഗിക്കുന്ന ഹിന്ദി വാക്കാണ് ഈ ഓർ. പക്ഷെ ഇതേ വാക്ക് നമുക്ക് വേറൊരു രീതിയിലും ഉപയോഗിക്കാം. കുറെ മീൻസ് ഇനിയും അല്ലെങ്കിൽ കുറെ പേര്, അതിനെയാണ് ഇവിടെ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കവി പറയാണ്, ഇങ്ങനെ ഒരു കട്ട്പുത്ലി ദേഷ്യത്തോടെ പറഞ്ഞപ്പോ ഈ പറഞ്ഞത് കേട്ടിട്ട് ബാക്കി കുറെ കട്ട്പുത്ലികൾ ഓരോന്നായിട്ട് ആ കട്ട്പുത്ലി പറഞ്ഞ കാര്യം ആക്സെപ്റ്റ് ചെയ്ത് അവര് മുന്നോട്ട് വരാൻ തുടങ്ങി. അപ്പൊ സുൻകർ ബോലി ഓർ കട്ട്പുത്ലിയ. അപ്പൊ ഇത് കേട്ടിട്ട്, എന്ത് കേട്ടിട്ട്? ഈ കട്ട്പുത്ലി പറഞ്ഞില്ലേ, എന്തിനാണ് ഈ നൂല് എന്റെ മുമ്പിലും പിന്നിലായിട്ട് കെട്ടിവെച്ചിരിക്കുന്നത്, ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചു തരൂ, എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കണം. ഇതാണ് ആ കട്ട്പുത്ലി പറഞ്ഞത്. അപ്പൊ ആ കട്ട്പുത്ലി പറഞ്ഞ കാര്യം കേട്ടിട്ട് ഓർ ഇനിയും വേറെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കണ കട്ട്പുത്ലി എല്ലാം വന്നിട്ട് എന്താ പറഞ്ഞത്? कि हाँ बहुत दिन हुए हमें अपने मन के छंद छुए. बहुत दिन हुए എന്ന് പറഞ്ഞാൽ എന്താ? കുറെ ദിവസമായി. ഹമേ അപ്നെ മൻ കെ ഛന്ത് ചുവേ. മൻ കെ ഛന്ത് ചുവേ എന്ന് പറഞ്ഞാല് നമ്മള് മനസ്സിനനുസരിച്ച് ജീവിച്ചിട്ട്, അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന പോലെ ജീവിച്ചിട്ട്, മനസ്സിൽ തോന്നുന്ന പോലെ കാര്യം ചെയ്തിട്ട്. യെസ്, കുറെ ദിവസമായി ഇങ്ങനെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ തന്നെ ഒതുക്കി ആരോ പറയണ അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി മതി, നമുക്ക് കുറച്ച് നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അതേപോലെ ജീവിക്കണം, കുറച്ച് ഫ്രീ ആവണം. അതാണ് അവര് ഉദ്ദേശിച്ചത്. യെസ്, അപ്പൊ സുൻകർ ബോലി ഓർ അതായത് ഇത് കേട്ടിട്ട്
കുറെ ബാക്കി ഇനി അവിടെ അടുത്തുള്ള കഠ്പുത്ലി എന്താണ് പറഞ്ഞത്? ബഹുത് ദിൻ ഹുവേ ഹമേ അപ്നെ മൻ കെ ഛന്ദ് ചുവേ. അതായത് നമ്മളെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ചെയ്തിട്ട്. മഗർ പഹലി കഠ്പുത്ലി സോച്നെ ലഗി, യെ कैसी ഈക്ഷ മേരെ മൻ മേ ജാഗി. മഗർ എന്ന് പറയുമ്പോ പക്ഷേ പഹലി കഠ്പുത്ലി സോച്നെ ലഗി, ആദ്യം ആ പറഞ്ഞ കഠ്പുത്ലി അത് കുറച്ചു നേരം ആലോചിക്കാൻ തുടങ്ങി. എന്താ ആലോചിച്ചത്? യെ कैसी ഈക്ഷ മേരെ മൻ മേ ജാഗി. ഇത് എന്റെ മനസ്സിൽ ഇത് എന്ത് തോന്നൽ അല്ലെങ്കിൽ എന്ത് ചിന്തയാണ്? ഇതുവരെ ചിന്തിക്കാത്ത ഒരു എന്താ പറയാ തോന്നലായിരുന്നു ആ കഠ്പുത്ലി അപ്പ പറഞ്ഞത്. അപ്പൊ ഇത് എന്തൊരു വിഷാണ്? ഇക്ഷ എന്ന് പറയുന്നത് വിഷാണ്. അപ്പം ഇത് എന്തൊരു വിഷാണ്? ഇതുവരെ എനിക്ക് തോന്നാത്ത എന്തൊരു വിഷാണ് എന്റെ മനസ്സിൽ ആ സമയത്ത് തോന്നിയത്. ഇതാണ് ആ കഠ്പുത്ലി ആ സമയത്ത് ചിന്തിച്ചത്. പെഹ്ലി കഠ്പുത്ലി സോച്നെ ലഗി, യെ कैसी ഈക്ഷ. ഇത് എന്ത് വിഷാണ്? ഞാൻ ഇതുവരെ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ലല്ലോ. എന്ത് വിഷാണ്? മേരെ മൻ മേ ജാഗി, അതായത് എന്റെ മനസ്സിൽ ഇത് എന്ത് ടൈപ്പ് ഓഫ് വിഷാണ് വന്നത്? ഇങ്ങനെയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹം തോന്നിയത് എന്നാണ് ആ കഠ്പുത്ലി അപ്പ ചിന്തിച്ചത്. എന്തുകൊണ്ടായിരിക്കും ആ കഠ്പുത്ലി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക? എന്തുകൊണ്ടാന്ന് വെച്ചാല് കഠ്പുത്ലി സ്വന്തം കാര്യമാണ് പറഞ്ഞത്. കഠ്പുത്ലിക്ക് ആ പറഞ്ഞ കാര്യത്തിലായിരുന്നു ഒരു ഹാപ്പിനെസ്. യെസ്, അപ്പൊ ആ കഠ്പുത്ലിക്ക് ആ സമയം ദേഷ്യം കൊണ്ട് ആ നൂലൊക്കെ പൊട്ടിച്ച് എങ്ങനെയെങ്കിലും ഫ്രീ ആവണം, സ്വന്തം കാലിൽ നിൽക്കണം. അതിലായിരുന്നു ആ കഠ്പുത്ലിക്ക് സാറ്റിസ്ഫാക്ഷൻ. പക്ഷെ ആ സമയത്ത് കഠ്പുത്ലി ഒരിക്കലും വിചാരിച്ചില്ല കഠ്പുത്ലി പറഞ്ഞ കാര്യം ബാക്കി കഠ്പുത്ലികള് അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതേപോലെ ആ ബാക്കി പപ്പറ്റ്സ് എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യും, അവരും അതേപോലെ ചിന്തിക്കും എന്ന്. യെസ്, അപ്പൊ ബാക്കി എല്ലാ പപ്പറ്റ്സും ഇതേപോലെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോ ഈ ആദ്യം പറഞ്ഞ കഠ്പുത്ലിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളിൽ വന്നു, ഒരു പേടി ഉള്ളിലേക്ക് വന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പൊ ബാക്കിയുള്ള പപ്പറ്റ്സും ഈ ആദ്യം പറഞ്ഞ പപ്പറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. ഈ ആദ്യം പറഞ്ഞ പപ്പറ്റിന് എന്താണോ ഇത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ട് സംഭവിക്കണേ, അതേ ഇഫക്റ്റ് അല്ലെങ്കിൽ അതേ റിസൾട്ട് ആയിരിക്കും ബാക്കി പപ്പറ്റ്സിൽ ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പൊ ഈ ആദ്യം പറഞ്ഞ പപ്പറ്റ് ചിലപ്പോ ഹാപ്പി ആയിരിക്കും, പക്ഷെ ബാക്കിയുള്ള പപ്പറ്റ്സ് അതേപോലെ ഹാപ്പി ആവണം എന്നില്ല. അപ്പൊ ഇവിടെ കവി ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാല് നമ്മള് ധൃതി പിടിച്ച് എന്ത് തീരുമാനം എടുത്താലും അത് ഒന്നും കൂടി നന്നായി ആലോചിച്ചിട്ട് വേണം നമ്മൾ തീരുമാനിക്കാൻ. ബിക്കോസ് ആ തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ നമ്മളെ മാത്രമല്ല ബാധിക്കുക, നമ്മളെ ലിങ്ക് ചെയ്തുള്ള അല്ലെങ്കിൽ നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരും കൂടി ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ലൈഫിൽ എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും ധൃതി കൂട്ടരുത്, അല്ലെങ്കിൽ ഒരു ഹറിബറിയിൽ നമ്മൾ ഒരു ഡിസിഷൻ എടുക്കരുത്. ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെയും കൂടി കമ്പയർ ചെയ്തിട്ട് അവരുടെ കാര്യങ്ങളും കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മളത് ഡിസിഷൻ എടുക്കാൻ. ഇവിടെ പപ്പറ്റിന്റെ പ്രോബ്ലം എന്തായിരുന്നു? ആദ്യത്തെ പപ്പറ്റിന്റെ പ്രോബ്ലം എന്തായിരുന്നു? പപ്പറ്റിന്റെ മനസ്സിൽ തോന്നിയത് പറഞ്ഞു, അത് ആ പപ്പറ്റിന്റെ റൈറ്റ് ആണ്. പപ്പറ്റ് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഈ നൂലൊക്കെ പൊട്ടിച്ചിട്ട് ഒറ്റയ്ക്ക് എന്റെ കാലിൽ നിൽക്കണം, അത് പപ്പറ്റിന്റെ വിഷായിരുന്നു. പക്ഷെ പപ്പറ്റിന്റെ വിഷ് ബാക്കിയുള്ളവരും ആക്സെപ്റ്റ് ചെയ്തു. അത് ആക്സെപ്റ്റ് ചെയ്യാൻ കാരണം എന്താ? ഇതേ പപ്പറ്റിനെ പോലെ തന്നെ അവരും ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, ഇങ്ങനെ കെട്ടി നിന്ന് അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡമിൽ മൂവ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവരും ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷെ അവര് ആദ്യം വന്ന് പറഞ്ഞില്ലല്ലോ. ആദ്യം പറഞ്ഞത് ഈ പപ്പറ്റ് അല്ലേ. അപ്പൊ ഈ പപ്പറ്റ് എന്താണോ ഡിസൈഡ് ചെയ്തത് അത് ബാക്കി പപ്പറ്റ്സ് ഏറ്റെടുത്തത് കൊണ്ട് ആദ്യം പറഞ്ഞ പപ്പറ്റിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി വന്നു, കുറച്ച് പേടി വന്നു. അതുകൊണ്ടാണ് ആ പപ്പറ്റ് വീണ്ടും ചിന്തിച്ചത്. ഇതുവരെ തോന്നാത്തത് ഞാൻ എന്താണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്താൻ കാരണം? ഇനി ഞാൻ എടുത്ത ഡിസിഷൻ റൈറ്റ് ആണോ റോങ് ആണോ? ഞാൻ എടുത്ത ഡിസിഷന്റെ റിസൾട്ട് എന്തായിരിക്കും? ഇനി ആ ഒരു റിസൾട്ട് ബാക്കിയുള്ള പപ്പറ്റ്സിനെ എങ്ങനെ ബാധിക്കും? അങ്ങനത്തെ ചിന്ത വരുമ്പോഴാണ് ആ ആദ്യത്തെ പപ്പറ്റ് കുറച്ചു നേരം ഇരുന്ന് ആലോചിച്ചത്. ഇതാണ് നമ്മുടെ ഈ കവിതയുടെ കണ്ടന്റ്. ഓക്കെ, നമ്മുടെ ലൈഫിലും അത് തന്നെയാണ്. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മളെ മാത്രമല്ല അത് ബാധിക്കുക, ബാക്കി എല്ലാവരെയും ബാധിക്കും. അപ്പോൾ ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ ഹറി ബറിയിൽ എടുക്കാൻ പാടില്ല. നമ്മളത് നന്നായി ആലോചിച്ചിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ.
അതാണ് നമുക്ക് ഈ ഒരു പോയമിലൂടെ കവി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ മലയാളത്തിൽ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഈ ഒരു കവിതേന്റെ ഒരു സാർ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാനൊന്ന് ബ്രീഫായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കഠ്പുത്ലി കവിതേന്റെ സാറ്. കവി ആരായിരുന്നു? ഭവാനി പ്രസാദ് മിശ്ര. ഓക്കെ, അപ്പൊ ഞാൻ അത് ഒന്ന് ഒരു പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചു പോവാം. कठपुतली के माध्यम से कवि ने मनुष्य के कई कर्तव्यों के धागों में बंधे होने और उन धागों से मुक्त होने की इच्छा को व्यक्त किया है. ഇപ്പൊ കഠ്പുത്ലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പപ്പറ്റ് എന്ന് പറയുന്നത് പപ്പറ്റ് ഷോയില് മാത്രം കളിക്കുന്ന ഒരു പാവയാണ്. മനുഷ്യന്മാരോ ജനിച്ച മുതല് മരിക്കുന്ന വരയ്ക്കും നമ്മൾ ഈ ഒരു റോള് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മള് ചില സമയത്ത് നമ്മൾ സ്വന്തം ഇഷ്ടത്തോടെ ചില കാര്യങ്ങൾ ചെയ്യും, പക്ഷെ ചില സമയത്ത് ബാക്കി ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മള് നമ്മുടെ ഡിസിഷൻ ബേസ് ചെയ്ത് നമ്മൾ ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമുക്കത് ഹാപ്പിനെസ് തരും. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ വേറെ ആരെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. ആ ഒരു ഹാപ്പിനെസ് അത്രയും അളവിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീർപ്പുമുട്ടൽ എന്നുള്ള രീതിയിലാണ്. അത് കുറെ നേരം ഉണ്ടാവുമ്പോൾ വരുന്ന ഒരു ഫ്രസ്ട്രേഷൻ ആണ് നമ്മൾ ഈ കവിതയിൽ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പൊ മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് ജനിക്കുമ്പോൾ മുതൽ തന്നെ പല റെസ്പോൺസിബിലിറ്റിയിൽ കെട്ടി ഇട്ടിട്ടാണ് നമ്മൾ വളരുന്നത്. ഓക്കെ, അപ്പൊ ജനിച്ച മുതൽ തന്നെ നമുക്ക് ഓരോ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഓരോ റിലേഷൻഷിപ്പിനനുസരിച്ച് നമുക്ക് റെസ്പോൺസിബിലിറ്റിയും കൂടും. ഓക്കെ, ഇപ്പൊ അമ്മ നോക്കുകയാണെങ്കിൽ അമ്മ ചെറുപ്പം മുതലേ അതായത് ഒരു പെൺകുട്ടി ആയി, പിന്നെ കല്യാണം കഴിഞ്ഞ് മക്കളായി, ജോലി, അങ്ങനെ അങ്ങനെ പല റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് പോണ ഒരു ജീവിതമാണ് അവരുടെ. അച്ഛനായാലും അതുപോലെ തന്നെ. അപ്പൊ കുട്ടികളും അതുപോലെ തന്നെ ജനിച്ചു കഴിഞ്ഞ് സ്കൂളിൽ കയറി സ്കൂളിലുള്ള പഠിപ്പും കളിക്കാനും വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ജോലിയൊക്കെ ആയി കഴിഞ്ഞാൽ ആ ലെവലിൽ നമ്മളും വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ മനുഷ്യൻ എപ്പോഴും മനുഷ്യന്റെ റെസ്പോൺസിബിലിറ്റിന്റെ നൂല് കൊണ്ട് കെട്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ പറയും നമ്മൾ ഫ്രീ ആണ്, പക്ഷെ നമ്മൾ ഫ്രീ അല്ല. നമുക്ക് പല കാര്യങ്ങളും ചെയ്യാണ്ട് നിർബന്ധമായിട്ട് അല്ലെങ്കിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോൾ ചില സമയത്ത് നമുക്ക് ഫ്രസ്ട്രേഷൻ തോന്നും. ഇതൊക്കെ ഒന്ന് വിട്ടിട്ട് അല്ലെങ്കിൽ ഒഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഓടിപ്പോയാലോ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വരും. ഓക്കെ, ആ ഫീലിംഗ് തന്നെയാണ് ആ പപ്പറ്റിനും വന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതിന്റെ കവിതന്റെ സാറ് പറയുകയാണെങ്കിൽ कठपुतली के माध्यम से कवि ने मनुष्य के कई कर्तव्यों के धागों में बंधे होने, അതായത് മനുഷ്യൻ പല റെസ്പോൺസിബിലിറ്റിയിൽ കെട്ടി നിൽക്കുകയാണ് അല്ലെങ്കിൽ കുടുങ്ങി നിൽക്കുകയാണ്. और उन धागों से मुक्त होने की इच्छा को व्यक्त किया है. യെസ്, അപ്പൊ ഇവിടെ പപ്പറ്റിന്റെ പകരം കവി ചിന്തിക്കുന്നത് നമ്മളെ തന്നെയാണ്, മനുഷ്യനെ തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞു പോകുമ്പോ ആ കവിതയില് പറഞ്ഞു പോകുമ്പോ അതൊരു പപ്പറ്റിനെ കുറിച്ചിട്ടാണ് കവി പറയുന്നത്. ഇനി ജിസ് तरह कठपुतली आगे पीछे धागों से बंधी किसी अन्य के इशारों पर नाचती है, उसी प्रकार मनुष्य भी कभी इतना लाचार अपनी मन की सुने बिना किसी और के कहे अनुसार जीता है. അപ്പൊ പപ്പറ്റിനെ പോലെ തന്നെ മനുഷ്യനും ചില സമയത്ത് ബാക്കി ആരെങ്കിലും പറയണ അനുസരിച്ചിട്ട് നമ്മുടെ സ്വന്തം മനസ്സ് പറയുന്നത് കേൾക്കാതെയാണ് ജീവിക്കുന്നത്. परंतु പക്ഷേ जब उसे यह आदत खुशी न दे पाती तो वह इन सब बातों से दूर जा खुश रहने की सोचता है. അപ്പോൾ ആരെങ്കിലും പറഞ്ഞ കാര്യം മനസ്സില് അത് ഇഷ്ടപ്പെടാതെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമുക്കതൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും, നമുക്ക് ദേഷ്യം വരും, വിഷമം ഉണ്ടാക്കും, ടെൻഷൻ കൊണ്ടുവരും. അങ്ങനെ കുറെ സിറ്റുവേഷൻസ് വരുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ഒഴിഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഒന്ന് ഓടിപ്പോയാലോ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ആ സമയത്ത് ഉണ്ടാവും. यहाँ कवि इस बात को ज्यादा स्पष्ट करके कहते हैं कि
जब मनुष्य इस तरह का निर्णय लेता है तो उसे सोच समझ कर लेना चाहिए. അപ്പൊ ഈ ഒരു ഫാക്ട് കുറച്ചും കൂടി ക്ലിയർ ചെയ്തിട്ടാണ് പോയറ്റ് പറയുന്നത്. എന്താണ് പറയുന്നത്? നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചില സമയത്ത് നമ്മുടെ ലൈഫിലെ ചില സിറ്റുവേഷനിൽ എപ്പോഴെങ്കിലും ഓടിപ്പോവാൻ തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടി നന്നായി ചിന്തിച്ചിട്ട് വേണം നമ്മൾ അവിടുന്ന് ആ ഡിസിഷനെ നമ്മൾ एक्सेप्ट ചെയ്യാൻ. ओके, अब यहाँ कवि इस बात को ज्यादा स्पष्ट करके कहते हैं कि जब मनुष्य इस तरह का निर्णय लेता है तो उसे सोच समझकर लेना चाहिए. अगर कोई अन्य मनुष्य उसके इस निर्णय से प्रभावित होकर वही निर्णय लेता है तो यह सही नहीं कि इस निर्णय का सभी पर एक ही सा प्रभाव हो. അപ്പൊ പിന്നെ ഫർദർ ആയിട്ട് കവി പറയാണ്, ഇങ്ങനെ ഒരാള് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാലേ ആ ഡിസിഷൻ ബേസ് ചെയ്തിട്ട് ബാക്കി ആരെങ്കിലും ഈ അവരുടെ ലൈഫിലും സെയിം ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ ഇത് ഉറപ്പില്ല, മേ ബി സെയിം, അതായത് ഒരു ഡിസിഷൻ എടുത്തതിന്റെ സെയിം ഇമ്പാക്ട് ആ ബാക്കിയുള്ള എല്ലാവർക്കും ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധം ഇല്ല എന്നാണ് കവി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡിസിഷൻ നമ്മുടെ ലൈഫിനെ മാത്രമേ അത് എഫക്ട് ചെയ്യുന്നുള്ളൂ. ആ നമ്മുടെ ഡിസിഷൻ വേറെ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്തിട്ട് അവരും ആ ഡിസിഷനിലേക്ക് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അത് അഗ്രി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് വേണം ആ ഒരു ഡിസിഷൻ ഫൈനൽ ആക്കാൻ. ഓക്കെ, അപ്പൊ കവി പറയണത് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മുടെ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നന്നായി ആലോചിക്കണം. അതേപോലെ വേറൊരാളുടെ ലൈഫിലും കൂടി ആ ഡിസിഷൻ ബാധിക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ ഇഫക്റ്റ്, ആ ഡിസിഷൻ അയാളുടെ ലൈഫിൽ അതെങ്ങനെ ബാധിക്കും എന്നും കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഡിസൈഡ് ചെയ്യാൻ. അതിന്റെ അർത്ഥം എന്താ വെച്ചാല് നമ്മൾ നമ്മുടെ ലൈഫിലെ എന്ത് ഡിസിഷൻ എടുക്കുകയാണെങ്കിലും ഒന്ന് നന്നായി ചിന്തിച്ചിട്ട് വേണം ഡിസൈഡ് ചെയ്യേണ്ടത്. ഹറിബറി ആവരുത് എന്നാണ് നമ്മുടെ ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കവിതേന്റെ സാർ. ഓക്കെ, അപ്പൊ കവിതയില് ഫുള്ള് കട്ട്പുത്ലി അല്ലെങ്കിൽ പപ്പറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മള് ഈ കവിതയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അർത്ഥം കിട്ടണമെങ്കിൽ അത് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ കവിതേന്റെ സാറ് എഴുതാൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊരു ബ്രീഫായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഐഡിയയിൽ എഴുതി അത് റെഡിയാക്കി വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ പോയത്തിലുള്ള ചില വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സിന്റെ മീനിങ് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ കട്ട്പുത്ലി, പപ്പറ്റ്. ഗുസ്സെ സെ ഉബൽന, ബോയിൽ വിത്ത് ആങ്കർ ഓർ റൈസ് ഇൻ ആങ്കർ. ആ ദേഷ്യത്തോടെ ആ പപ്പറ്റ് പറഞ്ഞില്ലേ അത്. ദെൻ ധാഗ, ത്രെഡ്. പീछे ആകെ, ബാക്ക് ആൻഡ് ഫ്രണ്ട്, അതായത് എന്റെ മുമ്പിലും പിന്നിലും എന്തുകൊണ്ടാണ് ഈ നൂല് കെട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചില്ലേ അത്. ദെൻ തോട് ദോ, ബ്രേക്ക് ഇറ്റ്. പാവ്, ലെഗ്സ്. और कठपुतलियां, several other puppets. അതായത് ആദ്യം ഒരാള് പറഞ്ഞു, ആ പപ്പറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു പപ്പറ്റ് അഗ്രി ചെയ്തു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ വേറെ കുറച്ച് പേര് വന്നു. അപ്പൊ അങ്ങനെ അതാണ് ഇവിടെ ഈ വാക്കിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. और कठपुतलियां. ഇനി മൻ കെ ഛന്ദ് ഛുവേ, ടു ഡു ആസ് ആർ ഹാർട്ട് സേ. അതായത് നമ്മുടെ മനസ്സിലുള്ള കാര്യം നമ്മൾ ചെയ്യുന്ന കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഈ വാക്കില് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മഗർ, ബട്ട്. സോച്നെ ലഗി, സ്റ്റാർട്ടഡ് തിങ്കിങ്. ഇക്ഷ, വിഷ്. മൻ മേ ജാഗ്ന, ഡെവലപ്പ് ഇൻ മൈൻഡ്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ വേർഡ്സ്. ഓക്കെ, അപ്പോ ഇത് വളരെ ചെറിയ ഒരു പോയം ആയതുകൊണ്ട് പെട്ടെന്ന് തീർന്നു. നമുക്ക് ഇതിന്റെ ബേസ് ചെയ്ത് ഇവിടെ നിങ്ങളുടെ ബുക്കിൽ തന്നെ ഈ ഒരു കവിതേന്റെ സാറ് തന്നിട്ടുണ്ട്. അതായത് ഈ കവിതേനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഈ കവിന്റെ റിലേറ്റഡ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് അത് വായിച്ചാൽ മതി. നമുക്ക് ഈ കവിത റിലേറ്റഡ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. അപ്പോൾ നോർമലി നമ്മൾ സ്ഥിരം പഠിക്കുന്ന ആ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ് ഈ കവിത സേ എന്നുള്ള ടോപ്പിക്കിന്റെ അണ്ടറുള്ള ചോദ്യങ്ങൾ. ഇതല്ലാതെ തന്നെ നമുക്ക് ഈ കവിത ബേസ് ചെയ്ത് കുറച്ച് ക്രിയേറ്റീവ് തിങ്കിങ്
ചെയ്തിട്ടാണ് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഈ കവിത കെ ആകെ എന്ന് പറഞ്ഞ ഹെഡിങ്ങിലുള്ളത്. പിന്നെ നമ്മുടെ ഈ നമ്മുടെ ഓൺ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഓൺ ഇമാജിനേഷൻ ബേസ് ചെയ്ത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ചെറിയ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സസൈസ് ആണ് അനുമാൻ ഓർ കൽപ്പനയില് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളതാണ് ഭാഷ കി ബാത്. അപ്പൊ എല്ലാ ചാപ്റ്ററിന്റെ കൂടെ തന്നെ ഒരു ഗ്രാമർ പോർഷൻ അവർ ആഡ് ചെയ്യും. അതാണ് ഈ ഭാഷ കി ബാത്തിൽ വരുന്ന സംഭവങ്ങൾ. യെസ്, അപ്പൊ നമുക്ക് ബ്രീഫായിട്ട് നമ്മുടെ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഇനി നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഉള്ള സമയത്ത് MCQ ക്വസ്റ്റ്യൻസ് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. യെസ്, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു പോയം പഠിക്കുമ്പോൾ അതിന്ന് ചോദിക്കാൻ പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ എഴുതി വെക്കുക. അപ്പൊ അത് നമുക്ക് നമ്മുടെ സ്റ്റഡി ടൈമിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻസ് ഞാൻ ജസ്റ്റ് എഴുതിയിട്ടുണ്ട്, നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് क्वेश्चन, कठपुतली को गुस्सा क्यों आया? कठपुतली को गुस्सा इसलिए आया क्योंकि वह बहुत दिनों से धागों में बंधी दूसरों की उंगलियों पर नाच रही है. वह मुक्त होकर अपने इच्छा अनुसार जीना चाहती थी. അപ്പൊ ആ പപ്പറ്റിന് എന്തുകൊണ്ടാ ദേഷ്യം വന്നത്? എന്തുകൊണ്ടാന്ന് വെച്ചാല് കുറെ ദിവസമായിട്ട് ആ പപ്പറ്റ് കുറെ നൂല് വെച്ച് ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. ആരുടെയോ വിരല് ആടിനനുസരിച്ചിട്ട് ഡാൻസ് ചെയ്യാണ്. അപ്പൊ ആ പപ്പറ്റിന് എങ്ങനെയെങ്കിലും ഒന്ന് ഇതൊന്ന് ഫ്രീ ആയിട്ട് ആ പപ്പറ്റിന്റെ മനസ്സിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ജീവിക്കണം എന്നായിരുന്നു ആ ചിന്ത. അതുകൊണ്ടാണ് പപ്പറ്റ് ആ സമയത്ത് ദേഷ്യപ്പെട്ടത്. ഓക്കെ, then second question, कठपुतली को अपने पांवों पर खड़ी होने की इच्छा है, लेकिन वह क्यों नहीं खड़ी होती? അതിന്റെ ആൻസർ എന്ന് പറയുന്നത്, कठपुतली को अपने पांवों पर खड़ी होने की बहुत इच्छा है, लेकिन धागों में से बंधी होने के कारण अकेले पैरों पर खड़ी नहीं हो सकती. പപ്പറ്റ് എന്താ പറഞ്ഞ ഡോളാണല്ലോ, ഡോളിന് ലൈഫ് ഇല്ല. ഡോളിന്റെ കൈയും കാലും ഒരു നൂലിൽ കെട്ടിയിട്ടാണ് അതിനെ ഡാൻസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഈ നൂലില്ലെങ്കിൽ പപ്പറ്റിന് നിക്കാൻ പറ്റില്ല. യെസ്, അപ്പൊ ഈ നൂലുകൊണ്ട് കെട്ടി നിക്കണ കാരണം അതിന് ഒറ്റയ്ക്ക് നിക്കാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മൾ ഈ ആൻസറിൽ പറയേണ്ടത്. Then पहली कठपुतली की बात दूसरी कठपुतलियों को क्यों अच्छी लगी? അപ്പൊ ആദ്യം പറഞ്ഞ പപ്പറ്റ് ആ പപ്പറ്റിന്റെ കാര്യം അല്ലെങ്കിൽ ആ പപ്പറ്റ് പറഞ്ഞ ഒരു ഡിസിഷൻ ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു? पहली कठपुतली की बात दूसरी कठपुतलियों को इसलिए अच्छी लगी क्योंकि वह खुद अपने धागों के बंधन से मुक्त होना चाहते थे. कोई भी किसी के अधीन नहीं रहना चाहता. अधीन എന്ന് പറഞ്ഞാൽ under. अतः कठपुतलियां भी स्वतंत्र होना चाहती थी. അപ്പൊ ആ ആദ്യം പറഞ്ഞ പപ്പറ്റിന്റെ ഡിസിഷൻ ബാക്കിയുള്ളവർ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാല് ബാക്കിയുള്ളവരും ഇതേപോലെ തന്നെ നൂലില് കെട്ടി നിൽക്കണ കാരണം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അവർക്കും ഒന്ന് ഇതെല്ലാം പൊട്ടിച്ച് ഒന്ന് ഫ്രീ ആവണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാല് ആർക്കും ഒരാളുടെ അടിമയായിട്ടോ ഒരാളുടെ അണ്ടർ ആയിട്ട് ജീവിക്കാൻ താല്പര്യമില്ല. അപ്പൊ എല്ലാവരും ഫ്രീ ആവണം, അവരവരുടെ മനസ്സനുസരിച്ച് ജീവിക്കണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുകൊണ്ടാണ് ബാക്കി എല്ലാ കഠ്പുതലിയും അല്ലെങ്കിൽ എല്ലാ പപ്പറ്റ്സും ആ ആദ്യം പറഞ്ഞ പപ്പറ്റിന്റെ കൂടെ അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകൊണ്ട് യോജിച്ചത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. पहली कठपुतली ने स्वयं कहा कि ये धागे क्यों है मेरे पीछे आगे, इन्हें तोड़ दो, मुझे मेरे पांव पे छोड़ दो. तो वह चिंतित क्यों हुई कि यह कैसी इच्छा मेरे मन में जागी? അപ്പൊ ആദ്യത്തെ ലൈനില് ആ പപ്പറ്റ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എന്തിനാണ് എന്റെ മുമ്പിലും പിന്നിലും നൂലിങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്, അതൊക്കെ പൊട്ടിക്ക്, എനിക്ക് എന്റെ കാലിൽ നിൽക്കണം. അതേ പപ്പറ്റ് എന്തിനാ കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നത്, ഇങ്ങനെ ചിന്തിക്കുന്നത്, യെ കാസി ഇക്ഷ, ഇത് എന്ത് വിഷാണ്, എന്റെ മനസ്സിൽ ഇത് എങ്ങനത്തെ ഒരു വിഷാണ് വന്നത്. ഓക്കെ, then नीचे दिए गए वाक्यों की സഹായത സെ അപ്നെ വിചാർ വ്യക്ത് കീജിയെ. അപ്പൊ താഴെ കുറച്ച് സെന്റൻസ് തന്നിട്ടുണ്ട്.
അപ്പൊ ആ സെന്റൻസ് ബേസ് ചെയ്തിട്ട് ഈ മോളിൽ പറഞ്ഞിരിക്കുന്ന ഈ ലൈൻസ്, എന്തുകൊണ്ടാണ് ആ കവിതയിലെ ഈ ലൈൻസ് സെയിം പപ്പറ്റ് പറയുന്നത്, അത് നമുക്ക് ക്ലൂ ആയിട്ട് ഇവിടെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്, സെന്റൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ആപ്റ്റ് ഏതാണോ അത് നോക്കിയിട്ട് പറയണം. അപ്പൊ നിങ്ങളുടെ ചാപ്റ്ററിലെ ഈ ചോദ്യമാണ് 4th വൺ. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി കാണും. ഇതാ കണ്ട, ഈ 4 ബുള്ളറ്റ്സ് വെച്ചിട്ട് 4 ലൈൻസിൽ 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിന്ന് നമുക്ക് ഈ ലൈൻ അല്ലെങ്കിൽ കവിതയിലുള്ള ഈ ലൈൻസിനെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു ആൻസർ ആണ് നമ്മൾ ഇതിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ നോക്കിയാലോ, ഉസേ ദുസ്രി കഠ്പുത്ലിയോ കി ജിമ്മെദാരി മെഹസൂസ് ഹോനെ ലഗി. അപ്പൊ ആദ്യത്തെ പപ്പറ്റ്, ഈ ആദ്യത്തെ പപ്പറ്റ് ആണല്ലോ ഈ 2 ലൈൻസും പറഞ്ഞത്. അപ്പൊ ആ പപ്പറ്റ് രണ്ടാമത് ഈ ഒരു ലൈൻ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ആദ്യം എടുത്ത ഡിസിഷനെ കുറിച്ച് വീണ്ടും ചിന്തിക്കുമ്പോൾ ആ പപ്പറ്റിന്റെ ഉള്ളിലെ ബാക്കിയുള്ള പപ്പറ്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി വന്ന ഒരു ഫീലിംഗ് വന്നു. അതായത് അയ്യോ, ഇനിയിപ്പോ എന്റെ മേത്താണല്ലോ ഈ ബാക്കിയുള്ളവരുടെ ബാക്കി എല്ലാ പപ്പറ്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പം ഇനി ഇങ്ങനെ നമ്മൾ എല്ലാവരും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, ഇനി ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്തായാലും എല്ലാവരും അനുഭവിക്കണം. അപ്പൊ എന്നെ പോലെ ആയിരിക്കില്ല ബാക്കിയുള്ളവർക്ക് ഈ ഒരു ഡിസിഷൻ ബാധിക്കുക. യെസ്, അപ്പൊ ആ ഒരു ടെൻഷനാണ് ആ ഒരു പപ്പറ്റിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ പപ്പറ്റ് ഇതേപോലെ ചിന്തിച്ച്, ഇത് ഞാൻ ഇതുവരെ ചിന്തിക്കാത്ത ഒരു വിഷ് അല്ലെങ്കിൽ ഒരു ആഗ്രഹമാണല്ലോ എന്റെ മനസ്സിൽ ഇപ്പൊ വന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വീണ്ടും ചിന്തിക്കാൻ തുടങ്ങിയത്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻസ് എന്താ നോക്കാം. ഉസേ ശീഘ്ര സ്വതന്ത്ര ഹോനേക്ക് ചിന്ത ഹോനെ ലഗി. അതായത് പപ്പറ്റിന് പെട്ടെന്നൊന്ന് ഫ്രീ ആവണം എന്നുള്ള ഒരു ഫീലിംഗ് വരാൻ തുടങ്ങി. മൂന്നാമത്തെ ഓപ്ഷൻ, വह स्वतंत्रता की इच्छा को साकार करने और स्वतंत्रता को हमेशा बनाए रखने के उपाय सोचने लगी. അതായത് ഇനി ഒരിക്കലും ഇതേപോലെ നൂല് കെട്ടി നിൽക്കണ്ട, എനിക്ക് ഫ്രീ ആവണം, ഞാൻ എപ്പോഴും ഫ്രീ ആയിട്ട് നിൽക്കൂ എന്നുള്ള ഒരു ഡിസിഷൻ ആണ് ആ പപ്പറ്റിന് ആ സമയത്ത് ആ മനസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കാം. വह डर गई क्योंकि उसकी उम्र कम थी. അപ്പൊ പപ്പറ്റ് പെട്ടെന്ന് പേടിച്ചു, അയ്യോ എന്റെ വയസ്സ് ഇനി ഇത്രയും കുറവാണല്ലോ, ഇനിയിപ്പൊ എനിക്ക് എന്തെങ്കിലും സംഭവിക്കോ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോ. ഇനി ഈ 4 ലൈൻസില് അല്ലെങ്കിൽ ഈ 4 ഓപ്ഷനില് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ ലൈൻസ്, അതായത് നമ്മുടെ പോയമിലെ ആദ്യത്തെ പപ്പറ്റിനെ കുറിച്ച് പറഞ്ഞ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതാണോ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം എന്റെ സജഷൻ എന്ന് പറയുന്നത് ഏതാ, ഉസേ ദുസ്രി കഠ്പുത്ലിയോ കി ജിമ്മെദാരി മെഹസൂസ് ഹോനെ ലഗി. അതായത് ആദ്യം ആ പപ്പറ്റ് വളരെ ബോൾഡ് ആയിട്ട് വളരെ ദേഷ്യത്തോടെയാണ് ഒരു കാര്യം പറഞ്ഞത്, ഒരു ഡിസിഷൻ എടുത്തത്. പക്ഷെ അതേ പപ്പറ്റ് കുറച്ച് കഴിഞ്ഞപ്പോ കൺഫ്യൂസ്ഡ് ആണ്. എന്തുകൊണ്ടാണ്? പപ്പറ്റിന്റെ കാര്യം സാറ്റിസ്ഫൈ ചെയ്തു, അതായത് പറഞ്ഞ കാര്യത്തിൽ ഒരു സന്തോഷം കിട്ടി. പക്ഷെ ബാക്കിയുള്ളവർ അത് ഏറ്റെടുത്തപ്പോ അവർക്ക് ഈ ഒരു ഡിസിഷൻ എങ്ങനെ ബാധിക്കും അത് ചിന്തിക്കുമ്പോഴാണ് ആ പപ്പറ്റിനെ കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി, റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് പപ്പറ്റ് ഒന്നും കൂടി ആലോചിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഉസേ ദുസ്രി കഠ്പുത്ലിയോ കി ജിമ്മെദാരി മെഹസൂസ് ഹോനെ ലഗി. ഓക്കെ, ഇനി നമുക്ക് ഇത് റിലേറ്റഡ് ആയ ചില MCQ ക്വസ്റ്റ്യൻസ്, അതായത് പെട്ടെന്ന് ഒരു ഷോർട്ട് ആൻസർ ആയിട്ടോ അല്ലെങ്കിൽ MCQയിൽ പല ചോയ്സസ് ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ ഞാൻ ഇവിടെ ചോയ്സസ് അല്ല എഴുതണേ, ഡയറക്റ്റ് അതിന്റെ ആൻസർ ആണ് എഴുതണേ. ഫസ്റ്റ് ചോദ്യം, പ്രസ്തുത് കവിത കഠ്പുത്ലി കെ കവി കോൻ ഹെ. സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. ഒരു പോയം ഉണ്ടെങ്കിൽ പോയമിന്റെ പോയറ്റ് ആരാണ്, ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു നോവൽ ഉണ്ടെങ്കിൽ അതിന്റെ റൈറ്റർ ആരാണ്. നമ്മൾ അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, ബിക്കോസ് അത് ഷ്യൂർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും അത് വരും. അപ്പൊ പ്രസ്തുത് കവിത കഠ്പുത്ലി കെ കവി കോൻ ഹെ. പ്രസ്തുത് കവിത കഠ്പുത്ലി കെ കവി ഭവാനി പ്രസാദ് മിശ്ര ഹെ. നമുക്ക് അപ്പൊ തന്നെ മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, കഠ്പുത്ലി കെ മൻ മേ കിസ് തരഹ കി ഇച്ഛ ജാഗി. ഓക്കെ, അപ്പൊ പപ്പറ്റിന്റെ മനസ്സിൽ എന്ത് ആഗ്രഹമാണ് വന്നത്? കഠ്പുത്ലി കെ മൻ മേ സ്വതന്ത്ര ഹോനെ കി ഇച്ഛ ജാഗി. ഫ്രീ ആവാനുള്ള ഒരു ഡിസയർ ഉള്ളിൽ വന്നു. ഇനി കവി കെ അനുസാർ
मुझे मेरे पाँव पर छोड़ दो का क्या ആശയ है. ഇവിടെ പപ്പറ്റിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, കവി എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. കവി കെ അനുസാർ, കവി ഉദ്ദേശിച്ച പ്രകാരം മുझे മേരെ പാവ് പർ ഛോഡ് ദോ, ഇതാരാ പറയുന്നത്? പപ്പറ്റ് ആണ് പറയുന്നത്. അപ്പൊ ഈ ഒരു വാക്കിലൂടെ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പൊ കവിക്ക് ആശയ ക്യാ ഹെ? അപ്പൊ നമ്മൾ അതിന്റെ ആൻസർ എങ്ങനെ എഴുതണം? കവി കെ അനുസാർ മുझे മേരെ പാവ് പർ ഛോഡ് ദോ കാ താത്പര്യ സ്വതന്ത്ര ഹോനെ സെ ഹെ. അതായത് എനിക്ക് ഫ്രീ ആവണം എന്നാണ് ആ പപ്പറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ കവി പപ്പറ്റിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ നൂലൊക്കെ പൊട്ടിച്ചിട്ട് എന്നെ ഫ്രീ ആക്കൂ, എനിക്ക് ഫ്രീ ആവണം. അപ്പൊ അവിടെ ഒരു സ്വതന്ത്ര ആവാനുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഇച്ഛയാണ് അവിടെ കാണിക്കുന്നത്. യെസ്, അപ്പൊ കവി കെ അനുസാർ മുझे മേരെ പാവ് പർ ഛോഡ് ദോ കാ താത്പര്യ സ്വതന്ത്ര ഹോനെ സെ ഹെ. ഇനി കഠ്പുത്ലിയാ ധാഗോ കെ ബാരെ മേ ക്യാ കഹന ചാഹത്തി ഹെ. അപ്പൊ പപ്പറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ നൂല് കൊണ്ട് കെട്ടി വെച്ചിട്ടില്ല. അപ്പൊ ഈ നൂലിനെ കുറിച്ചിട്ട് പപ്പറ്റ്സിന്റെ ധാരണ എന്താണ്, അല്ലെങ്കിൽ അവർ ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? कठपुतलियां धागों को तोड़कर अपने पाँव पर खड़ा होना चाहती है. അപ്പൊ ഈ നൂലൊക്കെ പൊട്ടിച്ചിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ആഗ്രഹം. Then कठपुतलियों के में धागे क्यों बंधे जाते हैं? എന്തിനാണ് ഈ പപ്പറ്റ്സിന്റെ മുകളിൽ ഈ കയ്യും കാലിലും ഒക്കെ നൂല് കിട്ടുന്നത്? कठपुतलियों के में धागे अपनी ഉംഗ്ലിയോ പർ നച്ചാനെ കെ ലിയെ ബാന്ധേ ജാത്തെ ഹെ. അതായത് പപ്പറ്റ്സിനെ നമ്മൾ കളിപ്പിക്കണമെങ്കിൽ നമ്മൾ അവരെ നമ്മുടെ വിരലിന്റെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പപ്പറ്റ്സിന്റെ മുകളിൽ നൂലുകൊണ്ട് കെട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് കവിത സേ ആകെ, നമ്മുടെ ഈ ചാപ്റ്ററിലെ അടുത്തത്, അതായത് ഈ കവിത പോയം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. യെസ്, ഇത് വായിക്കാലോ. बहुत दिन हुए हमें अपने मन के छंद छुए. इस पंक्ति का अर्थ और क्या हो सकता है? अगले पृष्ठ पर दिए हुए वाक्यों की सहायता से सोचिए और अर्थ लिखिए. അപ്പം ഈ ലൈൻ നമ്മുടെ പോയത്തിൽ നിന്ന് എടുത്തതായിരിക്കാണ്. बहुत दिन हुए हमें अपने मन के छंद छुए. അപ്പൊ ബാക്കിയുള്ള പപ്പറ്റ്സ് എല്ലാവരും ആദ്യം പറഞ്ഞ പപ്പറ്റിനെ അഗ്രി ചെയ്തിട്ട് പറയും അതെ ശരിയാണ്, നമ്മൾ കുറെ ദിവസമായി നമ്മുടെ മനസ്സനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ വിചാരിച്ച പോലെ നമ്മൾ ജീവിച്ചിട്ട്. യെസ്, അപ്പൊ അതാണ് ഈ ലൈനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഇസ് പങ്ക്തി കാ അർത്ഥ് ഓർ ക്യാ ഹോ സക്താ ഹെ. അപ്പൊ ഇതിന്റെ വേറെ എന്തായിരിക്കും അർത്ഥം? അഗ്ലേ പൃഷ്ഠ പർ ദിയേ ഗയേ, അതായത് നെക്സ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന വാക്യോं की सहायता से सोचिए और अर्थ लिखिए. അപ്പൊ ഈ നെക്സ്റ്റ് പേജിൽ തന്നിരിക്കുന്ന കുറച്ച് സെന്റൻസ് ഉണ്ട്, ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഇവിടെയും നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ആദ്യത്തെ ഓപ്ഷൻ വായിക്കാം. बहुत दिन हो गए मन में कोई उमंग नहीं आई. बहुत दिन हो गए मन में भीतर कविता सी कोई बात नहीं उठी जिसमें छंद हो, लय हो. बहुत दिन हो गए गाना गुनगुनाने का मन नहीं हुआ. യെസ്, അപ്പൊ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ, ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. बहुत दिन हो गए मन का दुख दूर नहीं हुआ और न मन में खुशी हुई. അപ്പൊ ഈ എത്ര 1 2 3 4 ഓപ്ഷൻസ് വായിക്കുമ്പോഴും നമുക്ക് ഏറ്റവും സൂട്ടബിൾ ആയത് ഏതാ തോന്നുന്നത്? ഇത് बहुत दिन हो गए मन का दुख दूर नहीं हुआ और न मन में खुशी आई. യെസ്, അപ്പൊ എപ്പോഴും നമ്മൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ ബെസ്റ്റ് എന്നുള്ള രീതിയിൽ എന്നുള്ള രീതിയിൽ വേണം എടുക്കാൻ. ചിലപ്പോൾ 2 3 ഓപ്ഷൻസ് സപ്പോർട്ട് ചെയ്തിരിക്കും, പക്ഷെ അതിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണോ അത് നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? बहुत दिन हो गए मन का दुख दूर नहीं हुआ और न मन में खुशी आई. അപ്പൊ ഇതുകൊണ്ടായിരുന്നല്ലോ ബാക്കിയുള്ള പപ്പറ്റ്സ് എല്ലാം ആദ്യം പറഞ്ഞ ആ പപ്പറ്റിനെ സപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ തന്നെ നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്.
नीचे 2 स्वतंत्रता आंदोलन के वर्ष दिए गए हैं. इन दोनों आंदोलनों के 2 स्वतंत्रता सेनानियों के नाम लिखिए. അപ്പോൾ सन 1857, 1942. അപ്പോൾ 1857 നമുക്ക് നമ്മുടെ റിവോൾട്ട് ഉണ്ടായിരുന്നു അല്ലെ. റാണി ലക്ഷ്മിബായി യുദ്ധം ചെയ്ത, അതായത് റാണി ലക്ഷ്മിബായിന്റെ ബാക്കി സഹപടന്മാരെല്ലാരും യുദ്ധം ചെയ്ത ഒരു വലിയൊരു റിവോൾട്ട്. യെസ്. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഈ ഇയറിലെ ബേസ് ചെയ്ത് 2 സ്വതന്ത്രതാ സേനാനികൾ അല്ലെങ്കിൽ ഈ ആന്തോളനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 2 വലിയ ആൾക്കാരുടെ പേരാണ് എഴുതേണ്ടത്. യെസ്. അപ്പോൾ ഇവിടെ ഞാനിത് ഒന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ 1857 അതിൽ റാണി ലക്ഷ്മിബായി, പിന്നെ മംഗൾ പാണ്ഡെ, ഇവർ 2 പേര് നമ്മൾ ഒരിക്കലും മറക്കില്ല. പിന്നെ 1942, യെസ്, 1942 നമ്മുടെ മോഡേൺ ഹിസ്റ്ററിന്റെ ഒരു വലിയൊരു ഭാഗമാണ് അവിടെ. അപ്പം അവിടെ നമ്മൾ എക്കാലത്തും ഓർമ്മയിലുള്ള 2 പേരുടെ പേര് ചോദിച്ചാല് ജവഹർലാൽ നെഹ്റു പിന്നെ മഹാത്മാ ഗാന്ധി. യെസ്. ഇത് ജസ്റ്റ് ഒരു നിങ്ങളുടെ ഒരു എന്താ പറയാ ഒരു ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നത്തിങ് ടു ഡു വിത്ത് യുവർ പോയം. യെസ്. ഓക്കെ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഗ്രാമർ പാർട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ റിലേറ്റഡ് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതേപോലെ വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, അതിപ്പോ CBSE വേണം എന്നില്ല, വേറെ ഏത് സിലബസ് ആയാലും നിങ്ങൾ ജസ്റ്റ് ഏത് ചാപ്റ്റർ ആണോ വേണ്ടത് അത് ജസ്റ്റ് പേര് ടൈപ്പ് ചെയ്താൽ ഞാൻ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ഹാവ് എ ഗുഡ് ഡേ.